യുവജനങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് മേധാ പട്കർ. പാലാ അൽഫോൺസ കോളേജ് ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന റവറൻഡ് ഡോക്ടർ ജോസഫ് പുലവേലിൽ മെമ്മോറിയൽ പ്രഭാഷണ പരമ്പരയുടെ രണ്ടാം പതിപ്പിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയും പരിസ്ഥിതി സംരക്ഷകയുമായ മേധാ പട്കർ. പരിസ്ഥിതിയിലും ആദിവാസി സമൂഹങ്ങളും സ്ത്രീകളും നേരിടുന്ന ചൂഷണങ്ങൾ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന മേഖലകളാണ്. വികസനത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങളെല്ലാം ഭരണഘടനാനുസൃതം തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യം എന്നത് യാഥാർത്ഥ്യമാകുന്നത് ഏറ്റവും സാധാരണക്കാരായവരുടെയും ശബ്ദം പ്രതിഫലിപ്പിക്കുമ്പോഴാണ്. ഭരണഘടനാ നിർവഹണത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള എല്ലാവരുടെയും സജീവ പങ്കാളിത്തം ഉണ്ടാവണമെന്നും മേധാ പട്കർ ആഹ്വാനം ചെയ്തു. In this context, you look at the workers who don't even get 300 to 400 rupees per day. I know in Kerala, the labor value is somewhat better. But still from one state to another state, people keep on migrating. What is it that they face? Why are they compelled to migrate with their children? With the women in the family, leaving behind their elders, their mother, father, sometimes their children, and then they spend months together. And every year I have to bring them back using all legal and social force, without violence, but compelling their contractors to send them back. Because they are not provided the health service. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു അധ്യക്ഷത വഹിച്ചു. She reminds us that activism is not noise but conscious inaction, that democracy is not granted but earned through courage and participation. The theme of this year's lecture, Challenges Before the New Generation for Democratic Development, is both timely and thought-provoking. The young generation of today lives in a world that is fast-changing, interconnected and complex. On one hand, there is access to knowledge, technology and global platforms. സമ്മേളനത്തിൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള, കോളേജ് ബർസാർ റവറൻഡ് ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ, ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ സോണിയ സെബാസ്റ്റ്യൻ, വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം, യൂത്ത് ഫോറം ഗ്ലോബൽ പ്രസിഡന്റ് ഫെലിക്സ് പടിക്കാമാലിൽ എന്നിവരും സംസാരിച്ചു. വിവിധ കലാലയങ്ങളിലും വിദ്യാലയങ്ങളിൽ നിന്നുമായി അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 1500-ൽ പരം ശ്രോതാക്കൾ പ്രഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു. കോളേജിന്റെ അക്കാദമികവും ഭരണപരവുമായ തലങ്ങളുടെ മികവിന്റെ മുഖമായിരുന്നു മുൻ ബർസാറും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായിരുന്ന റവറൻഡ് ഡോക്ടർ ജോസഫ് പുലവേലിന്റെ സ്മരണാർത്ഥം കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗമാണ് ഈ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചത്. വിവിധ പ്രവർത്തന മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അവരുമായി നേരിട്ട് സംവദിക്കാനും അവസരമൊരുക്കുകയെന്നതാണ് ഈ പ്രഭാഷണ പരമ്പരയുടെ ലക്ഷ്യം. കുട്ടികളിൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കുവാനും ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളരുവാനും ഇവരെ സഹായിക്കുന്നതിനും ഇത്തരത്തിലുള്ള പരിപാടികൾ സഹായിക്കുമെന്ന് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചു. ഐഫോറിയ ന്യൂസ്, പാലാ.